നമസ്തേ. ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ഹിന്ദി പ്രചാരസഭ നടത്തിയ സുഗമ ഹിന്ദി 9ാം ക്ലാസ്സിൻ്റെ ചോദ്യപേപ്പർ മോഡലാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ 6-ാം തീയതി പരീക്ഷയ്ക്ക് പോകുന്ന എല്ലാ കുഞ്ഞുങ്ങളും ഈ ഒരു ചോദ്യപേപ്പർ നോക്കിയിട്ട് പോവുക. ഈ ഒരു മോഡലിലായിരിക്കും നിങ്ങൾക്ക് എക്സാം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ പാഠഭാഗങ്ങളും നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. അതിലെല്ലാ ചാപ്റ്ററും വേണ്ടി വരും. കഴിയുന്നതും അവസാനത്തെ ഒരു 4 ചാപ്റ്ററും ആദ്യത്തെ 4 ചാപ്റ്റർ നോക്കി വയ്ക്കുക. ആ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിരിക്കുന്നത്. പാഠഭാഗങ്ങൾ നന്നായിട്ട് വായിക്കുക. അതായത് ആദ്യം വന്നിരിക്കുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞത് നട്ട്കട്ട് ചട്ട്പട്ടിൻ്റെയാണ്. പിന്നെ വരുന്നത് ജൻജൻ കാ ചെഹര, ഘർ, ബഹുത് ദിനോ കെ ബാദ്, ചട്ട്പട്ടും ഓർ നട്ട്കട്ട്. ചട്ട്പട്ട് ഓർ നട്ട്കട്ടിൽ ചേട്ടൻ്റെയും അനിയൻ്റെയും കഥകളാണ്. ബഹുത് ദിനോ കെ ബാദ് ഒരുപാട് ദിവസത്തിന് ശേഷം പ്രകൃതിക്ക് വന്ന മാറ്റങ്ങളാണ് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത്. പിന്നെ ബൂട്ടി കാക്കി, വയസ്സായ കാക്കിയുടെ കഥ. ഘർ വീട്ടിൽ വരുന്ന അതിഥിയുള്ള കഥകളാണ്. പിന്നെ ഫൂല്, ജബ് തക്ക് ഗാഞ്ചി की घड़ी चोरी चली गई, जन का चेहरा एक, फुटबॉल के दिल का राजा, घर पेड़ और तारे की याद, कब तक, രാജ और വിദ്രോഹി, ബോൺസായി. ഇപ്പോൾ ഇത്രയാണ് ചാപ്റ്റർ വരുന്നത്. അപ്പോൾ ഒന്നുകിൽ ലാസ്റ്റത്തെ 6 ചാപ്റ്റർ, പിന്നെ അതിനുശേഷം ആദ്യത്തെ 3 ചാപ്റ്റർ, ഏതെങ്കിലും 1-2 ചാപ്റ്റർ ചിലപ്പം ഇത് വരാതിരിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാ പാഠങ്ങളും നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് പോകും കേട്ടോ. അപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് ജൻജൻ കാ ചെഹരാണ്. ഏഷ്യ की, यूरोप की, अमेरिका की, गलियां की धूप एक, कष्ट दुख संताप की, चेहरों पर पड़ी हुई चिड़ियों का रूप एक. ആ കവിത തന്നിട്ട് അതുമായി ബന്ധപ്പെട്ട കവിതയുടെ ആശയവും പിന്നെ അതുമായി വരുന്ന അതേ അർത്ഥം വരുന്ന വരികൾ കണ്ടെത്താനും പിന്നെ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. ഒന്നാമത് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, ചെഹരെ പർ പടി ഹുയി ചുരിയ കിസ്കി ഓർ സംഗീത കർത്ത ഹെ. എല്ലാവരുടെ മുഖത്തും ചുളുകളുണ്ട്. എല്ലാവർക്കും ഒരേ ആഗ്രഹമാണ്. എന്താ ആഗ്രഹം? എല്ലാവർക്കും സമ്പാദിക്കുക, സന്തോഷം കണ്ടെത്തുക, മക്കളെ പഠിപ്പിക്കുക, പിന്നെ സുഖദുഃഖങ്ങൾ പങ്കുവയ്ക്കുക, പ്രയാസങ്ങൾ കടന്നു പോകുന്നതൊക്കെയാണ്. അപ്പം എല്ലാവരും ജോലി ചെയ്യുന്നതും എവിടെയായാലും അത് എല്ലാവരുടെയും പ്രതീക്ഷകളും സങ്കടങ്ങളും എല്ലാം ഒരുപോലെയാണ് നമുക്ക് പറയുന്നത്. ഏഷ്യയിലായാലും യൂറോപ്പിലായാലും അമേരിക്കയിലായാലും ഗലിയാങ്കി ധൂപ് ഹെ ഏക് ഹെ, അവിടെ നിന്ന് വരുന്ന പൊടികളും ഒന്ന് തന്നെയാണ്. കഷ്ട ദുഃഖ സന്താപ്കി, അവരുടെ കഷ്ടങ്ങളും ദുഃഖങ്ങളും. അമേരിക്കക്കാർക്കും ദുഃഖമുണ്ട്, ഇന്ത്യക്കാർക്കും ദുഃഖമുണ്ട്. ഏത് പ്രദേശത്ത് പോയാലും എല്ലാവർക്കും എന്തുണ്ട്? കഷ്ടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. ചെഹരോപ്പർ പടി ഹുയി ചുരിയാക്ക രൂപയൊക്കെ, അവരുടെ മുഖത്ത് കാണുന്ന ചുളിവുകളും ഒരേ രീതിയിലാണ് അല്ലേ. കുറേ കാലം കഴിയുമ്പോൾ മുഖത്തൊക്കെ എന്ത് ചെയ്യും? വാർദ്ധക്യമൊക്കെ വരും. അപ്പോൾ നല്ല കാലത്ത് നന്നായിട്ട് പണിയെടുക്കുക, ഉള്ളതൊക്കെ സമ്പാദിക്കുക, ഉള്ളതുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക അല്ലേ. അപ്പോൾ അതൊക്കെയാണ് കവിയോടെ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് തോന്നും അമേരിക്കയിലൊക്കെ യൂറോപ്പിലൊക്കെ ഉള്ളവർക്ക് വളരെ സന്തോഷമാണ്. അപ്പോൾ അവിടെയും ദാരിദ്ര്യമുണ്ട്, ദുഃഖങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. എല്ലാ പ്രദേശങ്ങളിലും എല്ലാ ആളുകളിലും കാണുന്നതാണ് ഇത്തരത്തിലുള്ള പാവങ്ങൾ. ഇപ്പോൾ ചെഹരെ പർ പടി ചുരിയ കിസ്കി ഓർ സംഗീത കർത്ത ഹെ, എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ജനതാക്ക് സംഘർഷിക്കി ഹോർ, എല്ലാവരും എന്ത് ചെയ്യുന്നു? ഏറ്റുമുട്ടലുകളാണ് അല്ലേ. എല്ലാവരുടെ ജീവിതത്തിലും ഓരോരോ ഏറ്റുമുട്ടലുണ്ട്. സാരേ ഭൂഖണ്ഡ് കെ ലോഗ് കി കഠിനായി ഏക് ഹെ, യഹ് ആശി കിൻ പങ്ക്തിയോമേ മിൽത്താ ഹെ. മുഴുവൻ ഭൂഖണ്ഡത്തിലെ ആളുകളുടെ ബുദ്ധിമുട്ടുകളും ഒന്നാണ്. അപ്പോൾ ഇതേ ആശയം വരുന്ന കവികളിൽ ഏഷ്യാക്കി, യൂറോപ്പിക്ക്, അമേരിക്കാക്കി, ഗലിയാക്കി ധൂപ് ഏക് ഹെ. മൂന്നാമത്തത് കവിതാക്ക ആശയം. ഈ കവിതയുടെ ആശയം എഴുതുക. അപ്പോൾ ആശയം എഴുതുമ്പോൾ ആദ്യം പാഠത്തിൻ്റെ കവിയുടെ പേരെഴുതുക. അപ്പോൾ ഈ പാഠം എഴുതിയിരിക്കുന്ന ആരാണോ അവരുടെ പേരെഴുതുക. എന്താണ് കവിയുടെ പാഠത്തിൻ്റെ ജൻജൻ കാ കവിത അല്ലേ. മുക്തിബോധ്. ഇപ്പോൾ എഴുതാം, ശ്രീ മുക്തിബോധ് की लिखी हुई कविता है जन का चेहरा. इसमें कवि लोगों की दुख और संताप का विवरण करता है. जहाँ भी वो एशिया, यूरोप, अमेरिका, सब गलियों की धूप एक है और उनका कष्ट और दुख संताप भी एक है. लोगों के चेहरों पर पड़ी हुई चुरिया भी एक है എന്നൊക്കെ എഴുതിയിട്ട് നിങ്ങൾക്ക് സ്കൂളിൽ തന്നിരിക്കുന്ന നോട്ടുകളും ലേബറിൻ്റെ നോട്ടുകളും റാങ്ക് മേലൊക്കെ അതിലുള്ള നോട്ട് എല്ലാം വായിച്ചു വയ്ക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആൻസർ നിങ്ങൾക്കൊരു ഏതാണ്ട് ഒരു ആശയം കിട്ടും. അത് എഴുതുക കേട്ടോ. അല്ല വേറെ പ്രത്യേകിച്ചൊന്നും ഭാരിച്ച ബുദ്ധിമുട്ടൊന്നും അതിലില്ല. അപ്പം ഈ രീതിയിൽ കവിതയുടെ മൊത്തത്തിൽ ആശയം വരുന്ന കാര്യങ്ങൾ എഴുതുക. അപ്പോൾ ഇവിടെ മെയിനായിട്ട് വരുന്നത് എല്ലാവരുടെയും ദുഃഖങ്ങളും
കഷ്ടങ്ങളും എന്താണ് ഒന്ന് തന്നെയാണ്. അവരുടെ മുഖത്ത് കാണുന്ന ചുളിവുകളും പ്രതീക്ഷകളും എന്താണ് എല്ലാം ഒന്ന് തന്നെയാണ്. അതാണ് മെയിനായിട്ട് വരുന്നതിൽ വരി. അപ്പോൾ അത്രയൊക്കെ അല്ലോ. അടുത്ത് ഫുട്ബോൾ കെ ദിൽക്കാ രാജ. बिना स्कूल की शिक्षा के भयानक गरीबी और भूखमरी से निकल के फुटबॉल के दिल पर इस तरह किसी दूसरे ने राज नहीं किया. അപ്പോൾ നമ്മുടെ പെലെയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത് വളർന്നു വരുന്ന സാഹചര്യത്തിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യങ്ങളൊക്കെയാണ് തരണം ചെയ്ത് അദ്ദേഹം ഫുട്ബോളിൻ്റെ രാജാവായി മാറി. ഫുട്ബോളിനെ ഒരുപാട് സ്നേഹിച്ചൊരു വ്യക്തിയായിരുന്നു പെലെ. അപ്പോൾ ഭയാനക്ക് ഗരീബി യഹാ വിശേഷണ ശബ്ദ കോൺസാ ഹെ, ഏതാണ് അതിൽ വിശേഷണം? അപ്പോൾ ഭയാനക്ക്. യഹാ ഫുട്ബോൾ കെ രാജ കോൻ ഹെ, ഇവിടെ ഫുട്ബോളിൻ്റെ രാജ ആരാണ്? പെലെ. അടുത്ത് ആറാമത്തത് സാർത്ഥക ശബ്ദം. സാർത്ഥക ശബ്ദം ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഉണ്ടോ? പെലെ ഫുട്ബോൾ വായിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ? സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക, നീക്കി എഴുതുക. പെലെ ഒരു വാക്ക്, ഫുട്ബോൾ ഒരു വാക്ക്, കെ അടുത്തത്, രാജ അടുത്തത്, തെ അടുത്തത്. അപ്പോൾ അങ്ങനെയാണ് അത് എഴുതുക. അപ്പോൾ പെലെ ഫുട്ബോൾ കെ രാജ തെ. ഓക്കെ. അടുത്ത് വരുന്നത് ഏഴാമത്തത് സൂചനായും പടേ ഓർ പെലേക്ക് ജീവനി. അപ്പോൾ എല്ലാ പാടും നിങ്ങൾക്ക് കഥകൾ അറിയാം. ആ കഥയുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഡയറി ചോദിക്കാം, വാർത്താലാപ്, പട്കഥ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിന് ഒരു മെയിൻ പോയിന്റ്, ഒരു 4-5 പോയിൻ്റായിട്ട് എഴുതുക, അത്രയേ ഉള്ളൂ. ഏഴാമത്തത് പെലെയുടെ ജീവനി എഴുതാനാണ്. ജന്മം കൊടുത്തിട്ടുണ്ട് 23 ഒക്ടോബർ 1940 ബ്രസീൽ മേ. അപ്പോൾ പെലെ ജനിച്ചത് 23 ഒക്ടോബർ 1940 ബ്രസീലിലായിരുന്നു. മാതാ सेलेस्टे और पिता डोंडिन्हो. ബ്രസീൽ की पहली विश्व कप विजय, ഫുട്ബോൾ का ट्रिपलर. അപ്പോൾ ഇതെല്ലാം വെച്ച് സെൻറ്റൻസ്. അപ്പോൾ അദ്ദേഹത്തിന് അത് ജനിച്ചെന്ന് എഴുതുക. പിന്നെ അദ്ദേഹത്തിൻ്റെ മാതാവും പിതാവിൻ്റെ പേര് എഴുതുക. പിന്നെ അദ്ദേഹത്തിന് എന്ത് പ്രൈസാണ് കിട്ടിയെന്നോ, അത് വിശ്വകപ്പ് കിട്ടി. പിന്നെ ഫുട്ബോളിൽ ട്രിപ്പിളറായിരുന്നു. പിന്നെ വീണ്ടും കുറച്ച് പോയിന്റുകൾ നിങ്ങൾ ടെസ്റ്റിലുള്ള സെൻറ്റൻസൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എഴുതുക കേട്ടോ. പിന്നെ പെലെയൊക്കെ ചരിത്രപ്പർ ടിപ്പണി, അല്ലെങ്കിൽ പെലെയുടെ സ്വഭാവത്തെക്കുറിച്ച് എഴുതുക. പെലെ എങ്ങനത്തെ വ്യക്തിയായിരുന്നു, എന്തിനെ സ്നേഹിച്ചിരുന്നു, എന്തൊക്കെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചു, അതൊക്കെ വെച്ച് എഴുതുക. അപ്പോൾ ഇത്രയാണ് പെലെയുടെ പാഠത്തിൽ വരുന്നത്. അടുത്ത് ഖാർ പേട് താര് की याद लोक कथा का अंश. एक दिन ഖബർ ആയി कि अब ഫിൻലൻഡ് में शांति है. അപ്പം യുദ്ധം വന്നപ്പോൾ അവിടെ നിന്ന് വേർപെട്ട് പോയ 2 കുട്ടികളുടെ കഥയാണ്, ഒരു സഹോദരിയുടെ കഥയാണ് അതിൽ പറയുന്നത്. അപ്പോൾ അവരുടെ അച്ഛനെയൊക്കെ നഷ്ടപ്പെട്ടു. അപ്പോൾ അവർ വേറെ ദൂരെ ഒരു ദേശത്ത് പോയി. അപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വന്ന് തൻ്റെ മാതാപിതാക്കളെ കാണാനുള്ള പ്രതീക്ഷയിൽ യുദ്ധമൊക്കെ അവസാനിച്ചെന്നറിഞ്ഞപ്പോൾ വരുന്നതാണ് അതിലെ പാഠഭാഗം. അപ്പോൾ ഇവിടെ കൊടുത്തിരുന്ന സന്ദർഭം എന്ന് പറയുന്നത് ഏക് ദിൻ ഖബറായി, ഒരിക്കൽ എന്ത് ചെയ്തു, വാർത്ത വന്നു. कि अब ഫിൻലൻഡ് में शांति है, ഇപ്പോൾ ഫിൻലൻഡിൽ സമാധാനമാണ്. और घरों में बिछुड़े लोग लौट सकते हैं, അവിടെ നിന്ന് മടങ്ങിയ ആൾക്കാർക്ക് തിരിച്ചു വരാം. അത് യുദ്ധം കാരണം അവിടെ നിന്ന് വേർപെട്ട് പോയ ആൾക്കാർക്കൊക്കെ തിരിച്ചു വരാം. അവിടെ സമാധാനപൂർണ്ണമായൊരു അന്തരീക്ഷമായെന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഭായ് ബഹനോ കോ ലഗാക്കി ഉനേഹി ഘർ ലൗട്ടാ ചാഹിയെ. അങ്ങനെ ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഈ സഹോദരിക്കും സഹോദരനും തിരിച്ച് തൻ്റെ വീട്ടിൽ പോയാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം തോന്നി. उन्होंने अपनी देखभाल करने वाले अभिभावकों से इसकी അനുമതി മാങ്ങി. അങ്ങനെ ഈ കുട്ടികളെ ആ യുദ്ധസമയത്ത് രക്ഷപ്പെടുത്തിയ രക്ഷകരെടുത്ത് അനുവാദം ആവശ്യപ്പെടുകയാണ്. അഭിഭാവകോസെ അനുമതി മാങ്ങി. അഭിഭാവകനെ ഹസ്തേ ഹുയെ കഹ. അപ്പോൾ അവർ ചിരിച്ചുകൊണ്ട് പറയണം, പത്താഹെ തുമാരാ ദേശ ഹാസി കിത്തനി ദൂർ ഹെ. നിങ്ങൾക്ക് അറിയാമോ നിങ്ങളുടെ ദേശം ഇവിടുന്ന് എത്ര അകലെയാണ്? പത്താഹെ അറിയാമോ, തുമാരാ ദേശ് നിങ്ങളുടെ ദേശം, യഹാസെ കിത്തനി ദൂർ ഹെ തുമാരാ ദേശ് യഹാസെ കിത്തനി ദൂർ ഹെ. കൈസെ പहुंचोगे, എങ്ങനെ നിങ്ങളിവിടെ എത്തുക? ബച്ചോനെ ജവാബ് ദിയ. അപ്പോൾ കുട്ടികൾ മറുപടി പറയാണ്, ഹം കിസി തര പहुंचाएंगे, ഞങ്ങൾ എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കോളാം. പലേഹി ഇസ്മേ ബഹുത് ദിൻ ലഗ് ജായേ, ചിലപ്പോൾ ഒരുപാട് ദിവസങ്ങളെടുക്കും. അപ്പോൾ കുട്ടികൾ പറഞ്ഞ ഡയലോഗുകൾ. അപ്പോൾ ഇതൊക്കെ വെച്ച് സംഭാഷണം എഴുതാനൊക്കെ ചോദിക്കാം. അഭിഭാഗോനെ ഹസ്തേ ഹുയെ കഹ, पता है तुम्हारा देश यहाँ से कितनी दूर है, कैसे पहुँचोगे? बच्चों ने जवाब दिया, हम किसी तरह पहुँच जाएंगे, भले ही इसे बहुत दिन लग जाए. അപ്പോൾ ബച്ചോനെ अपने घर वापस जाने की അനുമതി കിസ്സെ മാങ്ങി. കുട്ടികൾ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള അനുവാദം ആരോടാണ് ചോദിച്ചത്? അപ്പോൾ ഇങ്ങനെ പാരഗ്രാഫ് തരുമ്പോൾ അതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് നോക്കി എഴുതാൻ കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അപ്പോൾ ആരെടുത്ത് അനുവാദം ചോദിച്ചു ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അഭിഭാവകോസെ, ഇതവിടെ ഉള്ളൂ. अभिभावकों इसकी अनुमति मांगी. भाई बहनों को लगा कि उन्हें भी घर लौटना चाहिए. बच्चों को ऐसा क्यों लगा? അപ്പോൾ സഹോദരനും സഹോദരിക്കും തോന്നി നമുക്കും തിരിച്ചു പോയാലോ.
അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ തോന്നാനുള്ള കാരണം എന്താണ്? വേർപെട്ടു പോയ കുറേ വർഷമായി ചെറിയ പ്രായത്തിലാണ് അവരെന്ത് ചെയ്ത് അവിടെ നിന്ന് പോയത്. അപ്പോൾ തൻ്റെ മാതാപിതാക്കളെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് അവർ തിരിച്ചു പോകാൻ വേണ്ടി ആഗ്രഹിച്ചത്. അവസാനം കുഞ്ഞുങ്ങൾ പോകുന്നു. പോണ വഴിക്ക് ഒരു പക്ഷിയുടെ പക്ഷി അവരെ സഹായിക്കുന്നു. അപ്പോൾ അവർ ആ സനോബർ പേട് കാണുന്നു, അവരെ മാതാപിതാക്കളെ കാണുന്നു, പിന്നെ അവരുടെ വീടും സ്ഥലങ്ങളൊക്കെ കണ്ട് വളരെ സന്തോഷത്തോടെ കഴിഞ്ഞു പോകുന്നതാണ് ആ പാഠത്തിൽ നമ്മൾ പഠിച്ചത്. അടുത്ത 10ാമത്തേത് ഫിൽ ആൻഡ് മീൻ. ഇപ്പോൾ ഇവിടെ മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ മാച്ച് ദ ഫോളോയിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ചിലപ്പം ഒരേ ആൻസർ അടുത്തടുത്ത് കാണും, ചിലപ്പോൾ 2 എണ്ണം മാത്രം വ്യത്യസ്തമായി കാണും. അപ്പോൾ നിങ്ങളിതിൽ നമ്പർ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, താഴത്ത് കറക്റ്റ് ചെയ്ത് ചെയ്യുക. ഇവിടെ ഫിൽ ആൻഡ് മീൻ ശാന്തിയായി, അപ്പോൾ അവിടെ ആ ആൻസർ കറക്റ്റ് തന്നെയാണ്. പായി ബഹനോ ഗർ ലൗട്ട്ന ചാത്തേ ഹെ, സഹോദരനും സഹോദരിയും തിരിച്ച് വീട്ടിൽ പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഗർക്കി സോ ചാത്തേ തോ, വീടിനെ കുറിച്ച് ഓർമ്മ വരുമ്പോൾ എന്തൊക്കെയാണ് ഓർമ്മ വരുന്നത്? ചിടിയ, പേട് ഓർ താരീഖി യാദാത്തി ഹെ. അപ്പോൾ അവരുടെ ക്ലൂ ആയിരുന്നു പക്ഷികളും ചെടികളും സനോബർ മരവും അല്ലേ. പിന്നെ അവിടെ ആ മരത്തിൽ നിന്നും രാത്രിയാകുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്ന കാഴ്ചയാണ് കുട്ടിയുടെ മനസ്സിലുള്ളത്. അപ്പോൾ ഇതാണ് അതിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഏറ്റവും ലാസ്റ്റത്തെയാണ്. അപ്പോൾ അതും നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റും. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. എന്തെങ്കിലും സ്പീഡായി പോയാൽ എന്തോ നിങ്ങൾ 2-3 എണ്ണം ആവർത്തിച്ച് കേൾക്കുക കേട്ടോ. അടുത്ത 11ാമത്തേത് ബച്ചെ ഗർ വാപ്പസ് ജാന ചാത്തേ ഹെ, കുട്ടികൾ തിരിച്ച് വീട്ടിൽ പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഉन्होंने अपने अभिभावकों से इसकी അനുമതി മാങ്കി, അങ്ങനെ അവരെ വളർത്തിയ അച്ഛനമ്മമാരുടെ അടുത്ത് അവർ അനുവാദം ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അവരുമായി തമ്മിലുള്ള സംഭാഷണമാണ് അവിടെ എഴുതേണ്ടത്. അത് നേരത്തെ പറഞ്ഞ പാരഗ്രാഫിൽ തന്നെ ആൻസർ കൊടുത്തിട്ടുണ്ട്. അടുത്ത घर वापस जाने की तैयारी में होने वाले बच्चों से अभिभावकों ने बातें की. ഈ പ്രസംഗ पर പട്കഥ. പട്കഥ എഴുതുമ്പോൾ ദൃശ്യം എഴുതുക, കുട്ടിയുടെ വയസ്സ്, അവരുടെ വേഷം, ഏതാണ് സ്ഥലത്ത് നിൽക്കുന്നത്, അത്രയാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ആ പാഠത്തിൽ നിന്ന് വരുന്നത്. അടുത്തത് ഗാന്ധിജിയുടെയാണ്. ജബ് ഗാന്ധിക്ക് കടി ചോരി ഹോഗി അല്ലേ. ഗാന്ധിജി വൈസ്രോയുടെ ഭവനത്തിൽ പോകുമ്പോൾ അവിടെ ഉണ്ടായ കുറച്ച് കാര്യങ്ങളാണ് കവിയോട് പറയുന്നത്. അപ്പോൾ ഗാന്ധിജിയാണ് ഭാരതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും സംരക്ഷിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മൗണ്ട് ബാറ്റൻ വെച്ച് എന്താണ്, ഗാന്ധിജിയെ വിളിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഇവർക്ക് സ്വയം ഏറ്റെടുക്കാമെന്നുള്ള രീതിയിലാണ് ഗാന്ധിജിയെ ക്ഷണിക്കുന്നത്. പക്ഷേ ക്ഷണിച്ചപ്പോൾ ഗാന്ധിജി എന്ത് ചെയ്തു? ഗാന്ധിജിക്ക് അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെട്ടില്ല. അവർ ഗാന്ധിജിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കൂളറൊക്കെ ഓൺ ചെയ്തു, നല്ല ഭക്ഷണമൊക്കെ തയ്യാറാക്കി വെച്ചു, ഒരുപാട് സൽക്കാരങ്ങളൊക്കെ ചെയ്തു. പക്ഷേ ഗാന്ധിജി അതൊന്നും സ്വീകരിക്കാൻ തയ്യാറല്ല. ഗാന്ധിജിക്ക് വേണ്ട ആഹാരമൊക്കെ കൊണ്ടുപോയി അല്ലേ, മറ്റേ ആട്ടിൻപാലൊക്കെ കൊണ്ടുപോയി, പിന്നെ സാധാ പൊട്ടിയ സ്പൂണായിരുന്നു. അങ്ങനെ പോണ വഴിക്ക് ഗാന്ധിജിയുടെ വാച്ച് എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. അപ്പോൾ ഗാന്ധിജിയുടെ അടുത്ത് വൈസ്രോയി ഓരോ കാര്യങ്ങളും പറയുമ്പോഴും ഗാന്ധിജിക്ക് എന്ത് ചെയ്തില്ല, അതൊന്നും താല്പര്യമില്ല. അപ്പോൾ അവസാനം വൈസ്രോയി ചോദിക്കുകയാണ്, എന്താണ് പ്രശ്നം? ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു, അങ്ങ് എല്ലാത്തിനും മൗനമായി മാത്രമേ മറുപടി തന്നുള്ളൂ. അപ്പോൾ അദ്ദേഹം പറയാണ്, വരുന്ന വഴിക്ക് എൻ്റെ വാച്ച് നഷ്ടപ്പെട്ടു. അപ്പം ഒരു നിസ്സാര വാച്ച് പോലും ഇവിടെ സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ എങ്ങനെ എൻ്റെ ജനങ്ങളെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിയും? അതായിരുന്നു ഗാന്ധിജിയുടെ ചോദ്യം. അപ്പോൾ ഗാന്ധിജി അവിടെ പോയപ്പോൾ ഗാന്ധിജിയുടെ വാച്ച് നഷ്ടപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഇവിടെ പാരഗ്രാഫായിട്ട് വന്നിരിക്കുന്നത്. अगले दिन के समाचार पत्र में इस बारे में कोई समाचार नहीं था कि ഗാന്ധിജി ഓർ വൈസ്രോയി में क्या बात हुई. പിറ്റേ ദിവസം പത്രവാർത്തയിൽ ഇതിനെക്കുറിച്ച് വലുതായിട്ട് ചർച്ചയൊന്നുമില്ല. വൈസ്രോയും ഗാന്ധിജിയും തമ്മിൽ എന്താണ് ആശയവിനിമയം നടത്തിയത്. ലേക്കിൻ യഹ് ഖബർ ബഡേ ബഡേ അക്ഷരവുമേ എത്തി. പക്ഷേ ഈ ഒരു വാർത്ത വലിയ വലിയ അക്ഷരങ്ങളുണ്ടായിരുന്നു. ഈ ഗാന്ധിജിക്ക് പ്രിയ കടി ചോരി ചലികെ, ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട വാച്ച് മോഷണം പോയെന്നാണ് വലിയ വാർത്തയായിട്ട് വന്നത്. അപ്പോൾ ഖബർ കെ ലിയെ പാഠഭാഗം പ്രയോഗിച്ച് ശബ്ദ കോൺസാഹെ. ഖബർ എന്ന വാക്കിന് പാഠഭാഗത്തിൽ വരുന്ന വേറൊരു വാക്ക് എന്താണ്? സമാചാർ. അഗ്ലേ ദിൻ കി സമാചാർ പത്രോം കാ ഖബർ ക്യാ താ. പിറ്റേ ദിവസത്തെ പത്രവാർത്ത എന്തായിരുന്നു? ഗാന്ധിജിക്ക് ചോരി ചലി ഹോഗി. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പാരഗ്രാഫിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് നോക്കി എഴുതാൻ കിട്ടും കേട്ടോ. ഗാന്ധിജി കെ സാത്ത് കി പഹലി മുലാഖാത്ത് കെ ബാരെ മേ ലിഖി വൈസ്രോയ്ക്ക് ഡയറി. അപ്പോൾ അന്നത്തെ ആദ്യമായി കണ്ടുമുട്ടിയ ഗാന്ധിജിയുമായുള്ള സംഭാഷണത്തെക്കുറിച്ച് വൈസ്രോയി എഴുതുന്ന ഡയറി, അന്നത്തെ അനുഭവത്തെക്കുറിച്ചുള്ള ഡയറിയാണ്. അപ്പോൾ ഗാന്ധിജി വൈസ്രോയി കണ്ടു. അപ്പോൾ വൈസ്രോയിക്ക് ഗാന്ധിജി കണ്ടതിന് ശേഷമുണ്ടായ അനുഭവമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതും വാർത്താലാപത്തൊക്കെ ചോദിക്കാം കേട്ടോ. അടുത്ത ബഹുത്ത് ദിനോ കെ ബാദ്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങളാണ് ഇവിടെ നാഗാർജുൻ എഴുതിയിരിക്കുന്നത്. ബഹുത്ത് ദിനോ കെ ബാദ് അബ്കി മേനെ ജീഫർ സുൻ പായ
ദാൻ കൂട്ടി കിശോരിയോं की കോവിൽ കണ്ടീത്താൻ ബഹുത് ദിനോं के बाद. ഒരുപാട് ദിവസത്തിന് ശേഷം വസന്തകാലത്തിൽ വന്ന മാറ്റങ്ങളും പ്രകൃതിയിലെ സുഗന്ധങ്ങളും പക്ഷികളുടെ സ്വരങ്ങളും മണ്ണിൻ്റെ മണങ്ങളൊക്കെയാണ് കവിയുടെ ഉദ്ദേശിച്ചത്. അപ്പോൾ കവി ശരിക്കും ഒരു ഗ്രാമീണ കൃഷിക്കാരൻ്റെ മനസ്സറിയുന്ന ഒരു കവിയാണ് നാഗാർജുൻ. ഗ്രാമീണ ബാലകായെ മേഹനത്ത് കർത്തി ഹുയെ മധുര ഗീത് ഗാത്തി ഹെ. അപ്പോൾ ഗ്രാമീണ ബാലികകൾ കഠിനമായി അധ്വാനിക്കുന്ന സമയത്തും അവരെന്ത് ചെയ്യുന്നു, മധുരമായി പാട്ട് പാടുന്നു. യഹ ആശയവാരി പങ്ക്തി, ആ ആശയം വരുന്ന വരികൾ. കവിത और कविता का परिचय देते हुए पंक्तियों का ആശയം. അപ്പോൾ ഇതിൻ്റെ ആശയമൊക്കെ നിങ്ങൾക്ക് സ്കൂളിൽ തന്നിട്ടുണ്ട്. ആ ആശയം നിങ്ങൾക്ക് പഠിച്ചാൽ മതി. ഇപ്പോൾ കവിയുടെ മൊത്തത്തിൽ എന്താണ് കാണുന്നത്, ഗ്രാമീണ കൃഷിക്കാരുടെ അവസ്ഥകളും അവരുടെ ദാരിദ്ര്യങ്ങളും നെല്ലൊക്കെ പറക്കാൻ വരുന്ന പെൺകുട്ടിയുടെ ഒരു അവസ്ഥ, അവർ ആ വിഷമഘട്ടത്തിലും പാട്ടൊക്കെ പാടി അവരുടെ ജോലിയിൽ എന്ത് ചെയ്യുന്നു, മതിമറന്ന് ജോലി ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കവിയിൽ മനസ്സിലാക്കുന്നത്. അടുത്ത ലാസ്റ്റത്തത് ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. 1979 में മദർ തെരേസയ്ക്ക് ശാന്തി കാ നോബൽ പുരസ്കാർ മില. 1979 മദർ തെരേസയ്ക്ക് ശാന്തിയുടെ നോബൽ സമ്മാനം കിട്ടി, സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം കിട്ടി. 1980 में ഭാരത് രത്ന ഭി മില. 1980 ഭാരതരത്നം കിട്ടി. ഉन्होंने മിഷണറീസ് ഓഫ് ചാരിറ്റി की സ്ഥാപന की. മിഷണറി ഓഫ് ചാരിറ്റിയുടെ സ്ഥാപിച്ചു. മിഷണറി ഓഫ് ചാരിറ്റി സ്ഥാപിച്ചു. वृद्ध विकलांग और अंधे लोगों की सेवा करने में अपना जीवन बिताया. വൃദ്ധരെയും വികലാംഗരെയും അന്ധരായ ആളുകളെയും ഇൻ സേവാओं से वे खुद സംതൃപ്ത് രഹി. ഈ സേവനങ്ങളിലൂടെ അവർ സ്വയം സന്തോഷിച്ചു. അപ്പോൾ കണ്ടുപടയവർ കണ്ടുകേലി ഉചിത ശീർഷകം. അപ്പോൾ ആ ഗദ്യം വായിച്ചിട്ട് അതിന് ഉചിതമായൊരു ഹെഡിങ് കൊടുക്കുക. മദർ തെരേസയ്ക്ക് സേവ എന്ന് പറഞ്ഞാലും മതി. കണ്ടു പടുക്ക ദോ പ്രശ്ന ബനായ, ഇത് വെച്ച് 2 ചോദ്യം ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെ ആദ്യത്തെ 2 ചോദ്യം കൊടുത്തിട്ടുണ്ട്. 1979 में मदर तेरेसा को शांति का नोबल पुरस्कार मिला. അപ്പോൾ 1979 में मदर तेरेसा को कौन सा पुरस्कार मिला, किस पुरस्कार मिला. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ है, किस तारीख को भारत रत्न मिला. मदर तेरेसा को किस तारीख पर नोबल ഭാരത് രത്ന മില. അപ്പോൾ 1980. അങ്ങനെ 2 ക്വസ്റ്റ്യൻ വരാം. അല്ലെങ്കിൽ उन्होंने किसकी स्थापना की, किन किन लोगों की सेवा करते थे, वे क्या किससे സംതൃപ്തി रहते थे. ഇങ്ങനെ 4-5 ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ വേണം നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഒന്നാമത്തെ ആണെങ്കിൽ കിസ് താരീഖോ ശാന്തി കാ നോബൽ പുരസ്കാർ മില. അപ്പോൾ അല്ലെങ്കിൽ കിസ്കോ നോബൽ പുരസ്കാർ മില, കിസ്കോ ശാന്തി കാ നോബൽ പുരസ്കാർ മില. അല്ലെങ്കിൽ 1980 को मदर तेरेसा को ഭാരത് രത്ന കിസ് താരീഖ് മില. എല്ലാവരും ആകെ കുഴപ്പമില്ല അല്ലേ. അപ്പോൾ 1980 में मदर तेरेसा को शांति का നോബൽ പുരസ്കാർ മില. അപ്പോൾ 1980 മദർ തെരേസയ്ക്ക് സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം കിട്ടിയത്. 1980 में ഭാരത് രത്ന ഭി മില. അപ്പോൾ ചോദിക്കാം ഭാരത് രത്ന കിസ് താരീഖ് മില. 1980. ये किसकी स्थापना की, मिशनरी ऑफ चैरिटी. किन किन को सेवा करती थी, वृद्ध विकलांग और अंधे लोग. അപ്പോൾ ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതേ മോഡൽ തന്നെ ആയിരിക്കും എല്ലാ പാഠത്തിൽ നിന്നൊക്കെ വരിക. അപ്പോൾ പാഠഭാഗങ്ങൾ ഒരേ രീതിയാണ്, അതിൽ വരുന്ന സന്ദർഭങ്ങൾക്ക് മാത്രമേ മാറ്റം വരത്തുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് വരുന്നത് പോസ്റ്റർ, പട്കഥ, വാർത്താലാപ്, ഡയറി, പിന്നെ ചെറിയ ക്വസ്റ്റ്യൻ ആൻസർ, കവിതയുടെ ആശയം. അപ്പോൾ ഇത്രയാണ് എക്സാമിന് വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരമായെന്ന് കരുതുന്നു. അപ്പോൾ നന്നായിട്ട് 2-3 പ്രാവശ്യം കേട്ട് പഠിക്കുക കേട്ടോ. എല്ലാ പാഠങ്ങളും നന്നായിട്ട് വായിച്ച് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് പരീക്ഷ എഴുതാൻ പറ്റട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. ഇപ്പോൾ 10ാം ക്ലാസ് ഓൺലൈൻ ക്ലാസ്സും ലഭിക്കുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും ഓൺലൈൻ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ വിളിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി.